ഒരു രോഗശാന്തിയുടെ ഇളങ്കാറ്റ് നിന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ഇപ്പോൾ നീ അനുഭവിക്കുകയാണ്. നിന്നെ തൊടുന്നു, നിന്നെ ഒരു കാറ്റ് വീശുന്നു. നീട്ടിരിക്കുന്ന ഫാനിന്റെ കാറ്റല്ല, ഒരു മന്ദമാരുതൻ രോഗശാന്തിയോടുകൂടെ, രോഗേപശാന്തിയോടുകൂടി അവൻ നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിൽ, നിന്റെ കിടക്കയിൽ, നിന്റെ ആശുപത്രിയിൽ അവനിതാ മന്ദമാരുതനായി ഉലാത്തിക്കൊണ്ടിരിക്കുന്ന ദൈവിക വിടുതലിന്റെ സമയം. ഇന്ന് പകൽ സമയം സ്തുതിക്കുമ്പോൾ തന്നെ എന്തോ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സ്തുതിക്കുമ്പോൾ തന്നെ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. ഇവിടെ സ്തുതിക്കുമ്പോൾ അങ്ങകലെ എവിടെയൊക്കെയോ ചില വ്യത്യാസങ്ങൾ, അത്ഭുതങ്ങൾ ചില കുടുംബങ്ങളിൽ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. യെരിഹോ മതിലിനെ തകർക്കുവാൻ ഒരേ ഒരു ആയുധം, സ്തുതി എന്ന ആയുധം മാത്രം. കാരാഗ്രഹത്തെ പൊളിക്കാൻ ഒരേ ഒരു ആയുധം. അവർ ഒരുമിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു, സ്തുതിച്ചുവെങ്കിൽ ഇന്ന് ചില രോഗങ്ങളെ പുറത്താക്കാനുള്ള ഒരേ ഒരു ആയുധം, ചില ശാപക്കെട്ടുകളെ പൊട്ടിക്കുവാൻ ഒരേ ഒരു ആയുധം, അത് ദൈവത്തെ സ്തുതിക്കുക മാത്രമത്രേ. ഒരുമിച്ച് ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഉത്സാഹത്തോടെ ശബ്ദത്തോടെ യേശുവിനെ ഏറ്റവും പ്രിയനായോ വീണ്ടും വരുന്നവരെ യേശുവിനെ സത്യസുവിശേഷത്തെ വീണ്ടും വരുന്നവരെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ അവൻ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവ സാന്നിധ്യം പറയുന്നു. ദൈവകൃപ ഫലമാണ്. ചില വിടുതലുകൾ, ചില മാറ്റങ്ങൾ
സൗഖ്യങ്ങൾ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ യേശുവേ യേശുവേ വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ ഒന്ന് വാഴണമേ ഇനി ഞാനല്ല നീയല്ലോ യേശുവേ വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ ഒന്ന് വാഴണമേ ഇനി ഞാനല്ല നീയല്ലോ രോഗങ്ങൾ മാറി ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കൂടരും കൊടന്നരും സഹിടരുമെല്ലാമാകുന്ന രോഗങ്ങൾ മാറി ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കൂടരും കൊടന്നരും സഹിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന യേശുവേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല വാഴണമേ കുടഞ്ഞു കളയുക ചില ശാപങ്ങളെ കുടഞ്ഞു കളയുക ചില പോരാട്ടങ്ങളെ കുടഞ്ഞു കളയുക ചില ദുഷ്ടശക്തികളെ കുടഞ്ഞു കളയുക ഓ പൗലോസേ നിന്റെ മേൽ ആറ്റുകൊത്തിയ അണലിയെ കുടഞ്ഞു കളയുവാൻ ദൈവത്താവ് വിളിച്ചു പറയുകയാണ് ചില അണലിയുടെ ശക്തികൾ ഇവിടെ തീയിൽ 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 എരിയുക അഭിഷേകത്തിന്റെ തീയിൽ ചില മെലിന്ദാ ദ്വീപിലെ അടക്കി വാണിരുന്ന ചില അണലിയുടെ ശക്തികള് സ്വർഗം നിഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വലിയ തേജസ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ്. അവന്റെ വലിയ മഹിമ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ചിലരത് പിന്നെയും ശരീരത്തിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർക്കത് വ്യക്തമായി അനുഭവിക്കുവാനായി ഇതുപോലും കഴിയുകയാണ്. ചില ശരീരങ്ങളിൽ ഇപ്പോഴും ദൈവ സാന്നിധ്യം ചിലർ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നു. ആത്മമണ്ഡലം ചില ശരീരങ്ങൾക്കകത്ത് ചലിക്കുന്നത് ഞാൻ കാണുന്നു. ആത്മമണ്ഡലം ചിലരെ കരങ്ങളിലെടുത്ത് പണിതുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. ഓ റബ സിഗന്ധന
ചില ഹൃദയത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പച്ചയിട്ട് കിടക്കുന്ന ചില മുറിവുകൾ, ചിലരുടെ വാക്കുകളാലുള്ള മുറിവുകൾ, ചിലരുടെ വാക്കുകളാലുള്ള ചില മുറിവുകൾ സ്വർഗപിത ട്രീറ്റ് ചെയ്യുകയാണ്. മനസ്സിന്റെ വേദനകൾ മാറുകയാണ്. മനസ്സിന്റെ അതിയായൊരു ഭാരം, മനസ്സിന്റെ വേദന, മനസ്സിന്റെ പ്രയാസ സ്വർഗം തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ഒരിക്കലും ശരിയാകാത്ത ചില വിഷയങ്ങളിൽ കർത്താവിന്റെ ഇടപെടലുകൾ സംഭവിക്കുകയാണ്. നീയല്ല ശരിയാക്കുന്നത്, നിനക്ക് വേണ്ടി സ്വർഗ ആമേൻ ചിലതിനെ ശരിയാക്കുകയാണ്. കാലങ്ങളായി നിന്നെ അടിമപ്പെടുത്തിയിരുന്ന, കാലങ്ങളായി നിന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന, കാലങ്ങളായി നിന്നെ തകർത്തുകൊണ്ടിരുന്ന, കാലങ്ങളായി നിന്നെ നന്മ അനുഭവിക്കുവാൻ അനുവദിക്കാതെ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ചില ദുരാത്മാവിന്റെ ശക്തികളെ സ്വർഗം പുറത്തേക്ക് കൊണ്ടുവന്ന ആഴ്ചയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ശരീരങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിന്റെ മേൽ ഞാൻ ക്ഷയമെടുക്കുന്നു. നിന്റെ അകത്തളത്തിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാ. നിന്റെ സമ്പത്ത് അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നിന്റെ കൈകളുടെ അധ്വാന ഫലം അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നിന്റെ ഉദരത്തിനകത്ത് രോഗങ്ങൾ ഇടത്തക്ക വിധത്തിൽ, നിന്റെ മനസ്സിനകത്ത് അസ്വസ്ഥതകൾ ഇടത്തക്ക വിധത്തിൽ വ്യാപരിക്കുന്ന, വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ദൈവപ്രവൃത്തി സംഭവിക്കുന്നു. നീ നേടിയ വസ്തുവകൾ നിനക്ക് സന്തോഷിക്കാൻ കഴിയാതെ, നിനക്ക് ആരോഗ്യത്തിൽ നിനക്ക് സന്തോഷിക്കുവാൻ കഴിയാതെ, നിന്നെ വെല്ലുവിളിക്കുന്ന സകല ദുരാത്മാവിന്റെ വ്യാപാരങ്ങള് യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ വിട്ട് പുറത്തുപോ. ഇപ്പോൾ